എന്നാലും ഒരുപാട് ഇഷ്ടമായിട്ടാ. കാരണം ലാസ്റ്റ് അവര് ഞെട്ടിപ്പോലെ നമ്മളും ഞെട്ടിപ്പോയി. ഒരുപാട് സന്തോഷം. നമ്മൾ ഇത്തിരി വിഷമിച്ചു, അതിന് പറയുന്ന സന്തോഷം തന്നു. അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ ആരും ഡിസപ്പോയിന്റഡ് ആവില്ല. ഭയങ്കര അടിപൊളി. പ്രണവിന്റെ ചില മാനറിസം കാണുമ്പോൾ തോന്നി സ്മൈലൊക്കെ കണ്ടപ്പോ സൂപ്പർ ആയിരുന്നു, അടിപൊളി. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ആയിരുന്നു, സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. നല്ല എല്ലാവർക്കും എന്റർടൈൻമെന്റ് ആയിരുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ധ്യാൻ ചേട്ടന്റെ നിവിൻ പോളി ചേട്ടന്റെ സിനിമ അഭിനയം സൂപ്പർ ആയിരുന്നോ? പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ടോ? കാരണം ഈ കാലഘട്ടത്തിൽ ഇത്രയും നല്ല പടങ്ങളൊന്നും ഉണ്ടാവാറില്ല. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടെ. ഇത് നമുക്ക് പോലും എന്താവും എന്നൊരു എക്സൈറ്റ്മെന്റ് ഇരിക്കണം. ഞാൻ പോലും പഴയ ശ്രീനിവാസനെയും കാണാൻ പറ്റുമോ അവിടെ? കണ്ടു. എന്നാലും ഒരുപാട് ഇഷ്ടമായിട്ടാ. കാരണം ലാസ്റ്റ് അവര് ഞെട്ടിപ്പോലെ നമ്മളും ഞെട്ടിപ്പോയി. ഒരുപാട് സന്തോഷം. നമ്മൾ ഇത്തിരി വിഷമിച്ചു, അതിന് പറയുന്ന സന്തോഷം തന്നു. മൊത്തത്തിലൊരു നല്ല പടമായിരുന്നു. ഫാമിലി ഫാമിലി ആയിട്ടും കാണാം, ആർക്കും ഇഷ്ടപ്പെട്ടു പോകും. പാട്ടുകളൊക്കെ സൂപ്പർ. എങ്ങനെയുണ്ട് വർഷങ്ങൾക്ക് ശേഷം? അടിപൊളി. വർഷങ്ങൾക്ക് ശേഷം ഒരു നല്ല സിനിമ കാണുന്ന ഫീൽ ഉണ്ടോ? അടിപൊളി. ആസ് യൂഷ്വൽ വിനീത് ശ്രീനിവാസൻ ഒരിക്കലും നമ്മളെ ഡിസപ്പോയിന്റ് ചെയ്തിട്ടില്ല. ഈ പ്രാവശ്യം വേറെ ലെവലിൽ. ഈ മോഹൻലാൽ ശ്രീനിവാസന്റെ പഴയ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് പലയിടത്തും നമുക്ക് അത് നമുക്ക് ശരിക്കും ധ്യാനവും പ്രണവും കിട്ടുന്നുണ്ട്. അവരുടെ ആ ഒരു കോമ്പിനേഷൻ എല്ലാം അടിപൊളിയാ. അവര് തമ്മിലുള്ള ആ ഒരു ജെല്ലിങ് കിടിലനായിട്ട് അതായിരുന്നു അടിപൊളിയായിരുന്നു. മെയിൻ ഇത് നിവിൻ പോളിയുടെ തിരിച്ചുവരവാണോ? എങ്ങനെ അടിപൊളി തിരിച്ചുവരവാണ്. ഒരു പഴയ നിവിൻ പോളിയിൽ കാണുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. ധ്യാനിന്റെ ഒരു തിരിച്ചുവരവായിട്ട് കാണാൻ പറ്റും. ധ്യാൻ എല്ലാ മൂവിലും അടിപൊളിയാണ്. കഥ പറയുന്നില്ല, ശരിക്കും നമ്മളെ പിടിച്ചിരുത്തും. ഇമോഷണലി നന്നായിട്ട് ഫീൽ ചെയ്യും. സെക്കൻഡ് ഹാഫ് സത്യം പറഞ്ഞാൽ നമ്മുടെ പഴയ ലാലേട്ടനെയും ശ്രീനിവാസൻ സാറെ കണ്ടൊരു ഫീലാണ്. കാരണം കോമഡിയൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആരെ കിട്ടിയാലും പടം വിജയിപ്പിക്കും, അത് അറിയാലോ. പിന്നെ ധ്യാൻ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ കണ്ടതിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ക്യാരക്ടർ. എല്ലാ രീതിയിലും ഇമോഷണൽ ആയിക്കോട്ടെ, കോമഡി ആയിക്കോട്ടെ, നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആവേശം സിനിമ കിട്ടാണ്ട് വന്നപ്പോൾ ഇതിലൊന്ന് കയറിയതാണ്. പക്ഷെ ഇതേപോലെ വർക്കൗട്ട് ആവുമെന്ന് വിചാരിച്ചിട്ടില്ല. ധൈര്യമായിട്ട് കാണാം, ഫാമിലി ആയിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ. അതായത് നമുക്കൊരു ഫാമിലി എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഫാമിലി കയറുമ്പോഴാണല്ലോ പടം വിജയിക്കുന്നത്. യൂത്തുമാര് മാത്രമല്ലല്ലോ, ഇതിപ്പോ എല്ലാവർക്കും ഒരേപോലെ ട്രീറ്റ് ആണ്. സത്യം പറഞ്ഞാൽ പ്രണവിന്റെ ചില മാനേഴ്സ് കാണുമ്പോൾ മോഹൻലാലിന്റെ തീർച്ചയായിട്ടും പ്രണവിന്റെ മാത്രമല്ല ധ്യാൻ ചേട്ടന്റെ ആയാലും രണ്ടുപേരുടെ കോമ്പോ സത്യം പറഞ്ഞാൽ നമ്മുടെ ദാസനം വിജയനില്ലേ അതേപോലെ തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ എന്തായിരിക്കും പ്രണവസാന്നല്ല മറ്റുള്ള ഇന്റർവ്യൂ ചാനൽ അങ്ങോട്ടും ഇങ്ങോട്ടും തക്കല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റില്ല വാക്കുകൾ. പക്ഷെ അതേപോലെ തന്നെയാണ് പടം എടുത്തു വെച്ചിരിക്കുന്നത്. ഒന്നും പറയാം. ധ്യാൻ ശ്രീനിവാസൻ മാത്രല്ല ഇതില് ഒരിക്കലില്ല. അതാ ഞാൻ പറഞ്ഞത്, ധ്യാൻ ശ്രീനിവാസൻ മാത്രല്ല പ്രണവ് സാറായാലും ശരി, രണ്ടുപേരുടെ 65 ഏജുള്ള ക്യാരക്ടറിൽ കാണിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതായത് ഇതിൽ യൂത്ത് ആയിട്ട് കാണിക്കുന്ന നിവിൻ പോളി ഉണ്ട്, നീരജ് മാധവ് ഉണ്ട്. അവരോടൊപ്പം അവർക്ക് മേലെ രീതിയിൽ നിൽക്കുന്ന ക്യാരക്ടറായിട്ട് കാണിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ നന്ദി പറയേണ്ടത് വിനീത് ശ്രീനിവാസൻ എന്നുള്ള വ്യക്തിയാണ് തന്നെയാട്ടോ. ഒന്നും പറയാനില്ല. വിനീത് ശ്രീനിവാസന്റെ ഈ വന്ന സിനിമകളിൽ വെച്ചിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടൊരു സിനിമ എന്നുള്ള രീതിയിൽ നമുക്ക് തീർച്ചയായിട്ടും കാരണം അദ്ദേഹത്തിന്റെ പടം നമുക്കറിയാം. കാരണം ഒരു പഴയ സത്യനന്ദിക്കാടിനെ കുറച്ച് ചെറിയൊരു കഥയാണെങ്കിലും അത് വിജയിപ്പിക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതേപോലെ തന്നെ ഈ പടം കാരണം ആൾക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ ആൾക്ക് കിട്ടിയിട്ടുള്ള അഭിനേതാക്കളെ വെച്ചിട്ട് ആളെങ്ങനെയെങ്കിലും ആ പടം ഓടിപ്പിക്കും, ആൾക്കാരെ കൊണ്ട് കൈയടിപ്പിക്കും. അത് തന്നെയാണ് ഇതില് നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാർ തന്നെയാണ് വന്നിട്ടുള്ളെങ്കിലും എല്ലാവർക്കും കിട്ടിയുള്ള കഥാപാത്രം വ്യത്യസ്തമാണ്. അതുകൊണ്ട് പഴയ കഥാപാത്രങ്ങൾ ഒരിക്കലും നമുക്ക് ഈ പടത്തിൽ കാണാൻ പറ്റില്ല. അവസാനം നിവിൻ പോളി വന്നിട്ട് ഇതിന്റെ കയ്യടി ഏറ്റുവാങ്ങി കൊണ്ടുപോകുന്നുണ്ട്. അത് നിവിൻ പോളി എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പൊ കുറച്ച് നാളായിട്ട് അറിയാലോ സിനിമ ഫീൽഡിൽ ഇപ്പൊ എങ്ങനെയാണ് പുള്ളിക്കാരന്. പക്ഷെ പുള്ളിക്കാരൻ അതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ പറയാൻ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങൾ ഇതിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട്. അത് സിനിമ കാണുമ്പോൾ തന്നെ പറയാൻ പറ്റുള്ളൂ, എനിക്കതൊരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ സിനിമ നല്ലൊരു സിനിമയാണ്. തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരു വിഷുവിനെ നമ്മുടെ ഫാമിലി കൂടി ഒരുമിച്ച് ഞാൻ വൈഫിനോട് പറയായിരുന്നു ഒരു വട്ടം വെടിക്കെട്ട്. കാരണം പറഞ്ഞാൽ അത്രയും ക്ലാസ് ആണ്. നിവിൻ പോളി കുറെ പഴയ നിവിൻ പോളിനെക്കാട്ടും ബെറ്റർ ആയിട്ട് കുറച്ച് ഡിമ്മായിരിക്കണായിരുന്നു, ബെറ്റർ ആയിട്ടുണ്ട്. സൂപ്പർ പടം. വിനീത് ശ്രീനിവാസന്റെ മേക്കിംഗ് അടിപൊളി, സൂപ്പർ ആയിരുന്നു. കുറെ ഒരു മെച്ചൂരിറ്റി എല്ലാം സൂപ്പറാണ്. വിനീസിന് സൂപ്പറാണ്, മെച്ചൂരിറ്റി നിവിൻ പോളിയുടെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി. പഴയൊരു മോഹൻലാലിനെയും ശ്രീനിവാസനെയും ഫസ്റ്റ് ഹാഫ് കുറച്ച് ഇമോഷണൽ ആർക്ക് അത്ര ശരിയായിട്ട് വന്നില്ലെങ്കിലും സെക്കൻഡ് ഹാഫ് വെക്കാം. ധ്യാനിന്റെ അഭിനയം ഉണ്ടായിരുന്നു. പഴയൊരു ധ്യാൻ കൊള്ളാം, പ്രണവ് കൊള്ളാം, നിവിൻ പോളിയുടെ സീക്വൻസ് കൊള്ളാം.
എനിക്ക് നിവിൻ പോളിയുടെ സീക്വൻസ് ഭയങ്കര ഇഷ്ടമായി. നിവിൻ പോളി അപ്പൊ ഇതിന്ന് കപ്പടിച്ച അവസാനം നിവിൻ പോളി പോയി എന്നാണ് പറയുന്നത്. ഇല്ല, അങ്ങനെയല്ല, എല്ലാവരും അടിപൊളിയാണ്. എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് നിവിൻ പോളിയുടെ ആ സെക്ഷൻ ആണ്. ഓക്കെ, ധ്യാന്റെ അഭിനയം പണ്ടത്തെക്കാളും ഒന്നുകൂടി മെച്ചപ്പെട്ടു എന്ന് തോന്നുന്നു. അതോ എനിക്കിഷ്ടമായി. ധ്യാനും പ്രണവും എനിക്കിഷ്ടമായി. നല്ലതായിരുന്നു.